ഈ ബുംറയിലേക്ക് വരുമ്പോൾ ഈ ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫീൽ അനുസരിച്ചിട്ട് ഇപ്പം ഈ മത്സരശേഷമുള്ളതും മത്സരത്തിന്റെ ടോസിങ്ങിന്റെ സമയത്തൊക്കെ ബുംറയുടെ ഒരു ആത്മവിശ്വാസവും ബുംറയുടെ സംസാരമൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. 19ാമത്തെ വയസ്സിൽ ഞാനിവിടെ വന്നതാണ്, എനിക്ക് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ, മുംബൈ ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പേ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മേ ബി അടുത്ത സീസണിൽ ജസ്പ്രീത് ബുംറയ്ക്ക് ചുറ്റിപ്പറ്റിയുള്ള ഒരു ടീം വാർത്തെടുക്കാനായിരിക്കും അവർ തെറ്റ് തിരുത്താനുള്ള ഒരു സാധ്യതയാണ് കൂടുതലും തോന്നുന്നു. ബുംറയിൽ ക്യാപ്റ്റൻസി സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനിപ്പം തിലക് വർമ്മയുടെ ഒരു മറ്റൊരു ഇത് കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഹർഷദീപ് സിംഗിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു സ്നാപ്ചാറ്റിൽ. അദ്ദേഹം ഈ തിലക് വർമ്മയുടെ സ്കിൻ ടോണിനെ കളിയാക്കുന്ന തരത്തിലുള്ള പിന്നെ ഒരു സ്നാപ്ചാറ്റിൽ ഹർഷദീപിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. ഹർഷദീപിന്റെ നമുക്കറിയാം അദ്ദേഹം റീൽസിന്റെ ഒരു ആശാനാണ്. BCCI നോ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് റീലുകൾ ഇങ്ങനെ വിവാദമായിട്ടുണ്ട്. ഒരുപാട് റീലുകളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ഹർഷദീപിനെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ തിലക് വർമ്മയുടെ സ്കിൻ ടോണിനെ കളിയാക്കിക്കൊണ്ടൊക്കെ റീലെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഹർഷദീപിന്റെ മെന്റാലിറ്റി എന്താണ് എന്നുള്ളത് സംശയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പം അത് മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളവും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഇതുപോലുള്ള കളിക്ക് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഡ്രസ്സിംഗ് റൂമിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അഭ്യൂഹങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ ക്യാപ്റ്റനെതിരെ മറ്റു താരങ്ങളൊക്കെ ഇറങ്ങി എന്നൊക്കെ തരത്തിലുള്ള ഇത് വരുന്നുണ്ട്. മാത്രമല്ല ഹണി ട്രാപ്പ് അടക്കമുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പല വാർത്തകളും ഈ ഡ്രസ്സിംഗ് റൂമിനെ സംബന്ധിച്ച്, പഞ്ചാബിന്റെ ഡ്രസ്സിംഗ് റൂമിനെ സംബന്ധിച്ച് പല റൂമറുകളും മറ്റൊക്കെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഹർഷദീപിന്റെ ഒക്കെ ഈ തരത്തിലുള്ള പിന്നെ കമന്റുകളും ഇതുപോലുള്ള റീലുകളും BCCI അടക്കം വിലക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ കളിയേക്കാൾ കൂടുതൽ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം കളിയേക്കാൾ കൂടുതൽ അവരുടെ പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണോ കൂടുതൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.